സിനിമാ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മലയാള സിനിമയിൽ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ തരംഗം സൃഷ്ടിച്ച ലുക്കാണ് കായംകുളം കൊച്ചുണ്ണിയിലെ മോഹൻലാലിൻ്റെ ഇത്തിക്കര പക്കിയുടേത്. തരംഗമാകുമ്പോഴും വിമർശനങ്ങളും പക്കിയെ തേടിയെത്തി. ഇത്തിക്കര പക്കി ഇത്തരം വേഷങ്ങൾ ധരിക്കാറില്ലെന്ന് ചിലർ ആരോപിച്ചപ്പോൾ മറ്റു ചിലർ ഇത് ഗ്ലാഡിയേറ്ററിലെ റസൽ ക്രോയുടെ വേഷത്തെ അനുകരിച്ചതാണെന്നും പറഞ്ഞു. ഇപ്പോൾ ഇത്തിക്കര പക്കിക്ക് എന്തുകൊണ്ട് ഇങ്ങനൊരു വേഷം നൽകി എന്നുള്ളതിന് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ചിത്രത്തിൻ്റെ തിരക്കഥാകൃത്തുക്കളായ ബോബി സഞ്ജയ് ടീമിലെ സഞ്ജയ്. ഒരു ഓൺലൈനോടാണ് സഞ്ജയ് ഇതിനെക്കുറിച്ച് സംസാരിച്ചത്. സഞ്ജയുടെ വാക്കുകളിലേക്ക്: ഇത്തിക്കര പക്കിക്കായുള്ള വലിയ ഗവേഷണത്തിന് ശേഷം ചെയ്ത 25 സ്കെച്ചുകളിൽ നിന്നാണ് ഈ വേഷം സംവിധായകൻ തിരഞ്ഞെടുത്തത്. ഞങ്ങൾ തിരക്കഥ പറയുമ്പോൾ തന്നെ ഇത്തിക്കര പക്കിയുടെ ലുക്ക് എങ്ങനെയാണെന്ന് റോഷൻ മനസ്സിൽ ഓർത്തെടുക്കുകയായിരുന്നു. ഇതുപോലൊരു ലുക്ക് തന്നെയാണ് ഞങ്ങളെല്ലാം ആഗ്രഹിച്ചത്. കാരണം ഇത്തിക്കര പക്കി സാഹസികനായ യാത്രികനും കള്ളനുമാണ്. ഇത്തിക്കര പക്കിയുടെ കാലഘട്ടത്തിൽ കച്ചവടത്തിനായി അറബികളും ബ്രിട്ടീഷുകാരും പോർച്ചുഗീസുകാരും എത്തിയിരുന്നു. ഈ സംസ്കാരമെല്ലാം കൂടിച്ചേർന്നതാണ് ആ ലുക്ക്. പക്കി എന്നാൽ ചിത്രശലഭമെന്നാണ്. ചിത്രശലഭത്തെ പോലെ ദ്രുതഗതിയിൽ ചലിക്കുന്ന കള്ളനാണ് ഇത്തിക്കര പക്കി. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വേഷവിധാനങ്ങളിലും അത് കാണാനാകണം. മാത്രമല്ല, പുറത്തുനിന്ന് വരുന്ന കച്ചവടക്കാരെയും അദ്ദേഹം കൊള്ളയടിക്കാറുണ്ട്. ഇത്തിക്കര പക്കിക്ക് എങ്ങനെ ഈ വസ്ത്രം വന്നുവെന്നും സിനിമയിൽ പറയുന്നുണ്ട്. അദ്ദേഹം വിദഗ്ധനായ കള്ളൻ മാത്രമല്ല, ഒരുപാട് യാത്ര ചെയ്ത് അനുഭവ സമ്പത്തുള്ള വിദേശ സുഹൃത്തുക്കളുള്ള വ്യക്തി കൂടിയാണ്, സഞ്ജയ് പറഞ്ഞു. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്. താങ്ക് യു.